അങ്ങനെ അർജുൻഭായുടെ നേതൃത്വത്തിൽ നമ്മുടെ മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഈ ഹെൻസോൾ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ ഡീറ്റെയിൽ ആയി നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അങ്ങോട്ട് പോകുമ്പോഴാണേലും കാണിക്കാം. നമ്മളിപ്പോ കണ്ടതുപോലെ എടുത്തു പറയത്തക്കതായ കാഴ്ചകളൊന്നുമില്ല. എന്ത് ഹെൻസൽ അല്ലേ? ആ അതെ, നമ്മുടെ അർജുൻഭായ് നമ്മളെ ഹെൻസലിന്റെ വെൽക്കം ബോർഡ് കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കണ്ടതുപോലെ എടുത്തു പറയത്തക്കതായ കാഴ്ചകളൊന്നും ഇവിടെ അല്ല കേട്ടോ. ചില പഴയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ ഗ്രാമം ഒതുങ്ങിയ. എല്ലാം കഴിഞ്ഞ് കൃഷിക്ക് പ്രിപ്പയർ ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് ലാൻഡല്ല ഇതുപോലെ കിടക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു വിന്റർ കഴിഞ്ഞ് മനുവറെല്ലാം ഇട്ട് ട്രാക്ടറും കൊണ്ടൊക്കെ 2 റൗണ്ട് പോയിട്ട് വേണം ഇനി ഇവർക്ക് സീഡെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വീട് കണ്ടോ അർജുൻ പോയി? മറ്റേ എ ഫ്രെയിം പോലെ മോളിൽ നിന്ന് താഴെ വരെ ആ റൂഫിന്റെ ഒരു ചെരിവുള്ള. ആ വീടില്ലേ, അതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവും കിടിലനാ. ആ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. പീസ് ഓഫ് ആർട്ട്. എങ്ങനെയാണോ വീട്? ഒരു പീസ് ഓഫ് ആർട്ട് അല്ലേ? ലാൻഡ് മേടിച്ചുണ്ടാക്കുന്ന പരിപാടിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ? നല്ല ഐഡിയ. ഇതൊരു അടിപൊളി പള്ളിയാന്ന് തോന്നുന്നു കേട്ടോ അല്ലേ? കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. എന്തായാലും ഈ റൂട്ടിലേക്ക് നല്ല കിടിലൻ ചില വീടുകളും, അതായത് ഈ ഫാം ഹൗസുകളൊക്കെ പോലെ അതിനോടനുബന്ധിച്ച് അവരുടെ തന്നെ ചെറിയ ചെറിയ ബാണുകളും ഒക്കെ ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു റൂട്ടാണ്. ഒറ്റ പ്രശ്നം, ഈ ഫാം ലാൻഡ്സ് എല്ലാം ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുന്നതുകൊണ്ട് ഒരു രസമില്ല. ഒന്നെങ്കിൽ ഇപ്പം മഞ്ഞ് കാലത്താണെങ്കിൽ സാധാരണ അത് മഞ്ഞ് വീണിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റപ്പിലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സമ്മറിലാണെന്നുണ്ടെങ്കിൽ നല്ല പച്ചപ്പുള്ള ഒരു സമയമായിരിക്കും. ഈ 2 സമയമാണ് നല്ലത്. പക്ഷെ ഇപ്പം ഈ ഈ ഒന്നാതെ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് ആ മഞ്ഞെല്ലാം ഉരുകിയും പോയി, എന്നാൽ സീഡെല്ലാം വന്ന ഒരു പച്ചപ്പ് വന്നിട്ടുമില്ല. അത് കാരണം ഒരു രസമില്ലാത്ത ഇതില്ല. പക്ഷെ വീടുകളെല്ലാം നല്ല കിടിലനാണ്. You know what's missing in this landscape? Greenery? No. കുറച്ച് കുതിരവണ്ടികൾ. ഇവിടെ കുറച്ച് ആംബിഷന്റെ കുറച്ച് കുതിരവണ്ടിയും കൂടെ ഉണ്ടായിരുന്ന പെർഫെക്റ്റ് ആയിരുന്നു. ബാൺസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഉപ്പ് അങ്ങനെ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള അല്ലേ? സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. അങ്ങനെ വേണ്ട മിച്ചൽ എന്ന് പറയുന്ന മറ്റൊരു ചെറിയ കമ്മ്യൂണിറ്റിയുടെ ഏരിയയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. മിച്ചൽ എന്നൊക്കെ പേരുള്ളതല്ലേ? അല്ല, മിഷലിന്റെ സ്പെല്ലിങ് MICHELLE എന്നാണ്. ഇത് MITCHE. അടിപൊളി ഒരു ലാൻഡ്സ്കേപ്പാണ്. നല്ല പച്ചപ്പും കൂടെ വന്നായിരുന്നേ പൊളിച്ചേനെ.
ഒരു പഴമയുടെ ആ പഴമയുടെ പ്രൗഢിയെല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ടൗൺ ആണ് മിച്ചൽ. കുഴപ്പമില്ല. ഈ റൂട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ബ്രോ അന്ന് ഗ്രാൻഡ് വെൻഡി വന്നിട്ട് പോയത് ഈ റൂട്ടിലായിരുന്നു ബ്രോ? ഈ റൂട്ടിൽ തന്നെയായിരുന്നു. ഞങ്ങള് കഴിഞ്ഞ ക്രിസ്മസിന് മറ്റേ ഗ്രാൻഡ് ബെൻഡ് പോയില്ലേ, അത് ഈ റൂട്ടായിരുന്നു വന്നെ. മറ്റേ നമ്മളെ കിച്ചണർ ഏരിയന്ന് ഉള്ളോട്ടേക്ക് കേറിയിട്ട് പിന്നെ ഇതിലങ്ങ് പോവുക. പക്ഷെ മഞ്ഞുകാലത്തൊക്കെ ഭയങ്കര മെനക്കെടയില്ലേ, രണ്ട് ഭാഗത്തുനിന്ന് ഇങ്ങനെ ലൈറ്റോട്ടോ. അപ്പൊ നമ്മളിനി ചെന്ന് കയറാൻ പോണ കിച്ചണറിലാണോ ആണെന്ന് എനിക്ക് തോന്നി. ഞാൻ കറക്റ്റ് മാപ്പ് നോക്കിയില്ല. മിക്കവാറും കിച്ചണർ ആ കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ, വാട്ടറിലോ ആ ഒരു ഏരിയ എവിടെയായിരുന്നു. അതെ. കാര്യം അർജുൻ ഭായി, ഡെലിവറി ഉള്ളതുകൊണ്ട് ഇച്ചിരി താമസിച്ചെങ്കിലും കിടിലം കുറച്ച് കാഴ്ചകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. ഉള്ളിൽ നിൽക്കുന്ന ദിവസം തന്നെ കിടിലം കാഴ്ചകള്. പോയിട്ട് 7 മണിയാകുമ്പോഴത്തേക്ക് അവിടെ പ്യൂരിലേറ്ററിന്റെ ഇത് അടയ്ക്കും. അതിനു മുമ്പ് അവിടെ എത്തണം. അതെത്തിയില്ല എന്നാണെങ്കിൽ നാളെ രാവിലെ ഞാൻ അത് ഓപ്പൺ ആക്കുന്നതിന് അവിടെ നിൽക്കണം. രാവിലെ 4 മണിക്ക് പോക്ക് നടക്കൂല. സെബ്രിംഗ്വിൽ എന്ന് പറയുന്ന മറ്റൊരു ചെറിയ കമ്മ്യൂണിറ്റി. പോലീസ് സ്റ്റേഷൻ ആണോ കഴിഞ്ഞ? ആണോ? ഇത് പെർത്ത് കൗണ്ടി കോർട്ട് ഹൗസ് എന്ന് പറയുന്ന കോടതിയാണെന്ന് തോന്നുന്നു. കോർട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ കോടതി അല്ല അർജുൻ ഭായി, അല്ലേ? കോടതി ഇവിടുത്തെ ലോക്കൽ കേസുകളും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന സ്ഥലം. ലോക്കൽ സെറ്റപ്പ് അല്ലേ? ഇവിടുത്തെ താഴെ പട്ടണമാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്ട്രാറ്റ്ഫോർഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിൻ്റെ അകത്തെ കൂടെയാണ്. സ്ട്രാറ്റ്ഫോർഡ് അത്യാവശ്യം നമ്മളിപ്പം കടന്നു വന്നതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ടൗൺ അല്ലേ അർജുൻ ഭായി? ഈ ഏരിയയിലുള്ള അതെല്ലാം വില്ലേജസ് എന്ന് പറയാമെങ്കിൽ ഇത് കുഴപ്പമില്ലാത്ത ഒരു അത്യാവശ്യം ഡൗൺ ടൗൺ ആണ് കേട്ടോ. ഈ ഏരിയയിലുള്ളവരൊക്കെ ഇവിടെ ആയിരിക്കും ഷോപ്പിങ്ങിന് വരുന്നത്. ഷേക്സ്പിയർ എന്ന് പറയുന്ന മറ്റൊരു ചെറിയ കമ്മ്യൂണിറ്റിയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ കമ്മ്യൂണിറ്റികളെല്ലാം ഏകദേശമൊക്കെ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് കണ്ടന്റ് കുത്തി നിറച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഒറ്റ വ്ളോഗിനുള്ള ഇഷ്ടംപോലെ കമ്മ്യൂണിറ്റികളായെന്ന് തോന്നുന്നു. ഏകദേശം എല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കുന്നു. അതിപ്പോ ഈ അമേരിക്കൻ ആയാലും കനേഡിയൻ ഒക്കെ ആയി കഴിഞ്ഞാലും ഉള്ളോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം സിമിലർ ആണ്. ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ ഒറ്റ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയമായിട്ടുള്ള പരിപാടികളല്ലേ. അതേസമയം നമ്മള് കേരളത്തിലും ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങളിലും ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോന്നും ഓരോ രീതിക്ക് തന്നെ ഉണ്ടാവും. സത്യമായിട്ട് ആ കൾച്ചറൽ ഡിഫറൻസ് ഭയങ്കര ഡിഫറൻസും പിന്നെ ആൾക്കാരുടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള
സ്കിൽസും കാര്യങ്ങളൊക്കെ പണിയുമ്പോഴുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും. അത് കേരളത്തിലുള്ളതല്ലല്ലോ, തമിഴ്നാട്ടില്. കേരളത്തിൽ തന്നെ കോഴിക്കോടുള്ളതല്ല കണ്ണൂരുള്ളതല്ല കാസർഗോഡുള്ളതല്ല കോട്ടയത്ത് എന്നുള്ള കാര്യമാണ്. അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇത് എല്ലാ ബാരൽ ലാൻഡ്സും ഒരേമാതിരി തന്നെ ഉണ്ടാവും. മിക്ക കെട്ടിടങ്ങളും ഒരു 10 ഡിസൈൻ ഉണ്ട്. ആ 10 ഡിസൈൻ ഇവരെല്ലാ വീടും. അതെ അതെ സത്യം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഈവൻ ഓൾഡ് ഡൗൺ ടൗൺസും സിറ്റീസും ഒക്കെ ഇതാക്കിയതും സെയിം ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ രീതിക്കുള്ള പരിപാടികളല്ലേ. അതെ അതെ. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു വിരസത ഉണ്ടാവും. കാരണം ഇതിപ്പോ നമ്മള് ഇഷ്ടംപോലെ ഒരു 3-4 കമ്മ്യൂണിറ്റി മാറി വന്നത് എല്ലാം ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നു. ചേട്ടൻ പണ്ട് UK ഉണ്ടായിരുന്ന സമയത്ത് യൂറോപ്പിന്റെ പല ഭാഗങ്ങളും കവർ ചെയ്തല്ലേ? യൂറോപ്പിന്റെ പകുതി ഭാഗങ്ങളും പല ഭാഗങ്ങളും കവർ ചെയ്തിട്ടില്ല. യുടെ പല ഭാഗങ്ങളും കവർ ചെയ്യും. യുടെ പല ഭാഗങ്ങളും കവർ ചെയ്യും. അതും ഇതേമാതിരി തന്നെയാണോ? ഒരേ ഒരു ടൈപ്പ് ഓഫ് അവിടുത്തെ ഒരു ഫോർമാറ്റിലാണോ പരിപാടികൾ, അല്ലെങ്കിൽ ഓരോന്നും ഓരോ രീതിക്കാണോ? അല്ല, നല്ല ഇതിനേക്കാളും ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇപ്പം ഇംഗ്ലണ്ടിന്റെ കൾച്ചർ അല്ല സ്കോട്ട്ലൻഡിന്റെ കൾച്ചർ, സ്കോട്ട്ലൻഡിന്റെ അല്ല അയർലൻഡ്. അപ്പം അത് കൂടാതെ ഈ കൺസ്ട്രക്ഷന്റെ സ്റ്റൈലിലൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഒന്ന് വ്യത്യാസങ്ങളൊക്കെ വന്ന് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അവിടെ മൊത്തത്തിൽ ഈ ഒരു കളർ ടോൺ അല്ലേ അന്തരീക്ഷം മിക്ക സമയത്തും ഒരു ചെറിയ ക്ലൗഡി ഫീലിംഗ് ആയിരിക്കും. പക്ഷെ എന്നാലും ലാൻഡ്സ്കേപ്പ് ഒക്കെ ടോണി ചേട്ടൻ പണ്ട് അവിടെ ആയിരുന്നല്ലോ, പുള്ളിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പറഞ്ഞത്. ഈ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഡിപ്രസീവ് ആയിരുന്നു. പുള്ളി എവിടെയായിരുന്നു? പുള്ളി UK എവിടെയായിരുന്നു എന്നുള്ള എൻ്റെ അടുത്ത് പറഞ്ഞു. ചേട്ടന് ഇഷ്ടപ്പെട്ട ചേട്ടന്റെ കാര്യം എങ്ങനെയാണ്? ഈ ഒരു കളർ ഫോം ഇഷ്ടമാണോ? ഈ ഒരു ക്ലൗഡി കണ്ടീഷനിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഓക്കെ ആയിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവിടെ? എന്നെ സംബന്ധിച്ച് ഓക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഉണ്ടായിരുന്നത് ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. 1.5 കൊല്ലം ഓക്സ്ഫോർഡിലുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അതൊരു ഓക്സ്ഫോർഡിലെ ഒരു ക്രൗൺ പ്ലാസ ഹീത്രൂ പാർക്ക് എന്ന് പറയുന്ന ഒരു വലിയ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഏരിയ ആണല്ലോ. അപ്പോൾ അതൊരു വലിയ ഗോൾഫ് കോഴ്സിൻ്റെ റിലേറ്റഡ് ഏരിയ ആയതുകൊണ്ട് ഫുള്ള് പച്ചപ്പും അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ സ്ട്രീംസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമുക്കാണെങ്കിലും അതിൻ്റെ അകത്തെ ഒരു 2-3 ഈവൻ ലോഡ് കോട്ടേജസ് എന്ന് അറിയപ്പെടുന്ന 2 അടിപൊളി കോട്ടേജിലൊക്കെ ആയിരുന്നു ഞങ്ങൾ. ഏകദേശം ഞങ്ങൾ 10ഓളം ഇന്ത്യക്കാരുണ്ടായിരുന്നു അങ്ങനെ 2-3 കോട്ടേജുകളിലായിട്ട്. മിക്ക സമയങ്ങളിലും ഇതേ ഒരു അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സെനാരിയോ അല്ലല്ലോ. അല്ല, ഇങ്ങനത്തെ അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല. അപ്പം ഒന്നെങ്കിൽ അത്യാവശ്യം വെയിലുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ചാറ്റൽ മഴ ഉണ്ടാവും. നല്ല പോസിറ്റീവ് ആയിരുന്നു. നമ്മളെല്ലാം ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ചുറ്റും പച്ചപ്പായതുകൊണ്ട് തന്നെ നമ്മളത് ഓക്കെ ആയിരുന്നു. പിന്നെ ഈ ആസ്റ്റൺ മാർട്ടിൻ്റെ ഫെറാറിയുടെ ഒക്കെ ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ട് അവിടെ വരുമായിരുന്നു. സോ അപ്പോൾ അങ്ങനെ ഒരു പിക്ചറസ്ക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് നമുക്ക് വലിയ മടുപ്പില്ലായിരുന്നു. താമസം അതിൻ്റെ അകത്ത് തന്നെയായിരുന്നല്ലോ 1.5 കൊല്ലം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രിസ്റ്റോളിലേക്ക് മൂവ് ചെയ്തു കല്യാണം കഴിഞ്ഞിട്ട്. അവിടെയും ഇതുപോലെ മാരിറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ജോലി ചെയ്ത് ഒരു അത്യാവശ്യം ഒരു ടൗൺ ആയിരുന്നു. നല്ല അടിപൊളി, ഞങ്ങൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്തായാലും ചെറുഗ്രാമങ്ങളെല്ലാം കടന്ന് നമ്മൾ നാഗരികതയുടെ വന്യത എന്നൊക്കെ പറയുന്ന മെയിൻ ഹൈവേയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ 401 എന്ന് പറയുന്ന ഹൈവേയിലേക്ക് വളയാൻ പോവാണേ. ഇവിടുന്ന് ഏകദേശം 100 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോൾട്ടണിലെത്തും. അപ്പം ബാക്കി വിശേഷങ്ങൾ നമ്മൾ ടൊറന്റോ ഏരിയ എത്തുമ്പോൾ കാണാവേ. ഞാൻ ചെറുതായിട്ടൊരു പവർ നാപ്പ് എടുക്കാൻ പോവാം. അർജുൻ ഭായി അവിടെ മിസ്സാ കഴിയുമ്പോൾ വിളിക്കോ? 427 കയറിയിട്ട് വിളിച്ചാൽ മതി. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മിസിസാഗയിലേക്ക് എത്തിയിരിക്കുകയാണ്. മിസിസാഗയൊക്കെ ഗ്രേറ്റർ ടൊറന്റോ ഏരിയയുടെ മെയിൻ ഏരിയ ആണ്. ഇപ്പോൾ തന്നെ നമ്മൾ യാടെത്താറാവും. മൊത്തത്തിൽ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഏതാണ്ട് മഴ പെയ്യാനൊക്കെ പോകുന്ന ഒരു ടൈപ്പ് കാലാവസ്ഥ. ഒരു കിഡിലെ ഫ്രെയിമാണേ.
ട്രക്കുകളുടെ ഒക്കെ മുകളിലൊരു എയറോപ്ലെയിൻ ഇവിടുത്തെ അവിടെ ഏതാണ്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. ഓ മൈ ഗോഡ്, ഒരു ട്രക്കിന്റെ ലെഫ്റ്റിൽ കൂടെ, ഓ നിങ്ങളത് കണ്ടോ, ഒരു ട്രക്ക് ടേൺ എടുക്കാൻ നേരത്തെ അതിന്റെ ലെഫ്റ്റിൽ കൂടെ കുത്തിക്കയറ്റാൻ നോക്കിയതാ. നോക്ക്, നമ്മള് പണ്ട് ട്രക്കും കാറുകളും തമ്മിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ. കാരണം നമുക്ക് ട്രക്കിന് ഇത്രയും വലിയ ട്രെയിലർ ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും വൈഡ് ലെഫ്റ്റ് ടേണും റൈറ്റ് ടേണും ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ തിരക്ക് കാണിച്ച് കുത്തിക്കയറാൻ നോക്കിയത് ഇതായിരിക്കും അവസ്ഥ. ആ കാറ് തേണ്ട പൊടിഞ്ഞു പോയില്ലെന്നുള്ളൂ, ഫ്രണ്ട് സൈഡിൽ ഇരുന്ന് പോയി. അപ്പോൾ നമ്മൾ എപ്പോഴും ട്രക്കുകൾ ടേൺ എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്പേസ് അവർക്കൊന്നും കൊടുത്ത് അവരുടെ പുറകിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ് അവനവൻ്റെ സേഫ്റ്റിക്ക് ഏറ്റവും നല്ലത്. അത് കൂടാതെ ആ ഒരു മര്യാദയുടെ ഭാഗം പോട്ടത്. ഇപ്പോൾ കണ്ടില്ല ആ കാറിൻ്റെ അവസ്ഥ. അത് കൂടാതെ വേണ്ട ഈ കിടക്കുന്ന ടോ ട്രക്ക് ഉണ്ടല്ലോ, ട്രിനിറ്റി ടോയിങ്, അത് നമ്മുടെ ഒരു മലയാളി ചേട്ടൻ്റെ, ബോബൻ ചേട്ടൻ്റെ ഒക്കെ ടോയിങ് കമ്പനിയുടെ ആണേ. യാടെത്തുമ്പോഴത്തേക്കും മഴ തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ ട്രക്കും ട്രെയിലറും ഇട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ ഐദാഹോ ട്രിപ്പ് ടോട്ടൽ ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് 4639 മൈൽസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. കിലോമീറ്റർ അല്ല, മൈൽസ്.